നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരുന്നതിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കാഴ്ചക്കാരിയായി കഴിഞ്ഞ ദിവസം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകിയിരുന്നില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ, 8ാം ക്ലാസ്സിൽ വിജയിച്ചൊരു കുട്ടിയെ വീണ്ടും 8ാം ക്ലാസ്സിൽ ഇരുത്തില്ലല്ലോ, 10ാം ക്ലാസ്സിലേക്ക് സ്ഥലമാറ്റം നൽകുമല്ലോ എന്നതടക്കമുള്ള ന്യായീകരണങ്ങൾ ഉന്നയിച്ച്, അതായത് നിയമസഭയിൽ മത്സരിപ്പിക്കും എന്ന ഒരു വാദത്തോടെ ആര്യ രാജേന്ദ്രനെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിൽ ആര്യയ്ക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ചക്കാരിയുടെ റോളിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയത് വളരെയധികം ശ്രദ്ധ നേടി. ഇന്നലെ CPM പൂജപ്പുരയിൽ നടത്തിയ പൊതുയോഗത്തിലാണ് ആര്യയെ കാഴ്ചക്കാരിയുടെ റോളിൽ കണ്ടത്. CPMന്റെ മുന്നണി നേതാക്കളിൽ പലരും വേദിയിൽ എത്തിയിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി ആയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. നേതാക്കൾ പലരും വേദിയിലെത്തി കസേരകളിൽ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ ഒരു ഭാഗത്തേക്ക് കയറി നിൽക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറോളം നീണ്ടപ്പോഴും മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്നു നിയമസ്ഥാനാർത്ഥി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ. വേദിയിൽ ഇറങ്ങും മുമ്പ് തന്നെ ആര്യ മടങ്ങുകയും ചെയ്തു. ആര്യ മേയറായിരുന്നപ്പോഴുണ്ടായ ഭരണത്തിലെ പിഴവുകളാണ് ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ഈ പിഴവുകൾ BJP ഭരണം പിടിച്ചെടുക്കുന്നതിന് കൂടുതൽ സഹായകരമായി എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആര്യക്കെതിരെ ഉയർന്നതാണ്. പക്ഷെ അന്ന് ആര്യയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആര്യയെ ചേർത്ത് നിർത്തിയത്, സംരക്ഷിച്ചത് മന്ത്രി V ശിവൻകുട്ടിയാണ്. ആര്യ രാജേന്ദ്രൻ MLA-യേക്കാൾ വലിയ പദവി ചിലപ്പോൾ തേടിയെത്തുമെന്നായിരുന്നു മന്ത്രി അന്ന് പ്രതികരിച്ചത്, കവചം തീർത്തത്. മികച്ച സ്ഥാനങ്ങൾ ഇനിയും ആര്യയെ കാണാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ 8ാം ക്ലാസ്സിൽ ഇരുത്താൻ ആകില്ലല്ലോ എന്നായിരുന്നു മന്ത്രി ആര്യയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ ഉത്തരം. ആര്യ രാജേന്ദ്രൻ 1 രൂപയുടെ അഴിമതി കാണിച്ചിട്ടില്ല. മികച്ച ട്രാക്ക് റെക്കോർഡാണ് ആര്യയുടേതെന്നായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത്. പ്രവർത്തന മേഖല കോഴിക്കോട്ടേക്ക് മാറ്റാൻ ആര്യ രാജേന്ദ്രൻ പാർട്ടിയോട് അഭ്യർത്ഥിച്ചു എന്ന വാർത്തകൾക്കിടെയാണ് മന്ത്രി ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. ആര്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ അവിടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടുത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയത് പ്രകാരം അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു സച്ചിൻ ദേവിന്റെ പ്രചാരണത്തിന് എത്തുമോ എന്ന ചോദ്യത്തിന് ഭർത്താവും ബാലുശ്ശേരി സ്ഥാനാർത്ഥിയുമായ സച്ചിൻ ദേവ് മറുപടി നൽകിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിന് പിന്നാലെ കൗൺസിൽ അംഗവും ആര്യക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ആയിരുന്നു വിമർശനം ഉന്നയിച്ചത്. ഏത് തിരിച്ചടിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കോർപ്പറേഷൻ എന്നത് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന സംവിധാനമാണ്. ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കണം. ആ ജനകീയതയാണ് LDFനെ മുന്നോട്ട് നയിച്ചത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയതെന്നായിരുന്നു ഗായത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിരൂക്ഷമായ വിമർശനമായിരുന്നു. അതായത് ആര്യ രാജേന്ദ്രന്റെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഗായത്രി മുന്നോട്ട് വെച്ചത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരവുമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള വിനയവും കാണിച്ചു. ഓഫീസ് സമയം പുറത്തു വന്നിരിക്കുന്ന ജനത്തെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയും തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു എന്നായിരുന്നു ഗായത്രി ബാബു ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്നത്. മാത്രമല്ല, തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിലെ പുതുമുഖക്കാർക്ക് ഒരു പാഠമാണെന്ന് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. അത്തരം ഭരണസ്ഥാനങ്ങളിൽ എത്തുന്നവർ എങ്ങനെയാകരുത് എന്നതിന്റെ പാഠമാണ് ആര്യ എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര്യയ്ക്ക് പാർട്ടി വലിയ റോൾ നൽകിയില്ല എന്ന വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ പാർട്ടി പൊതുയോഗത്തിൽ കേവലം ഒരു കാഴ്ചക്കാരിയുടെ റോളിൽ ആര്യ ഒതുങ്ങുകയായിരുന്നു എന്നാണ് വാർത്ത. ഒരു കസേരയിൽ പോലും ഇരിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന ആര്യ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മടങ്ങുകയും ചെയ്തു. കേവല രാഷ്ട്രീയവും സജീവ രാഷ്ട്രീയവും രണ്ടാണ്. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വഹിക്കുമ്പോഴും പാർട്ടിയുടെ അധികാര സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുമ്പോഴും നിങ്ങൾ സജീവ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി മാറുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ കേവല രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി മാത്രമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഒരിക്കലും സജീവ രാഷ്ട്രീയമായി കണക്കാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും മേയർ സ്ഥാനത്തേക്ക് പൊടുന്നനെ എത്തുമ്പോൾ അത് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റമാണ്. അവിടെ പാർട്ടിക്ക് വിധേയമായി നിൽക്കുമ്പോഴും സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന മറ്റു ചില ഗുണഗണങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് പാർട്ടിക്കാർ അല്ലാത്ത ജനങ്ങളോടുള്ള പെരുമാറ്റ രീതി. പിന്നെ നമ്മുടെ മാനറിസം എന്നത് മികച്ച വസ്ത്രധാരണവും അംഗചലനങ്ങളും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതിൽ വിനയത്തിന്റെയും എളിമയുടെയും ഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശബ്ദത്തിന്റെ ടോണിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ആർജിക്കാതെ പോയതും പാർട്ടിയുടെ വിധേയത്വം എന്നത് സമ്പൂർണ്ണ അടിമത്തമായതും ആര്യയ്ക്ക് വിനയായി. മേയർ സ്ഥാനത്തിരിക്കുമ്പോഴുള്ള ആര്യയുടെ പാർട്ടി വിധേയത്വം എന്നത് ശരിക്കും പറഞ്ഞാൽ ജില്ലാ നേതൃത്വത്തോടുള്ള വിധേയത്വമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്.
ജില്ലാ നേതൃത്വത്തിന് ഒരു എതിർപക്ഷം പലപ്പോഴും ഉള്ളതും അതിൽ ഏതു പക്ഷമാണ് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ സ്വീകാര്യമെന്നുമൊക്കെ മനസ്സിലാക്കി വിധേയത്വത്തിന് ശരിയായ നിർവചനം നൽകാൻ ആര്യയ്ക്ക് കഴിഞ്ഞുമില്ല. അത് മറ്റൊരു രാഷ്ട്രീയമാണ്. അതിന് കാരണം സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന പക്വതയുടെ രാഷ്ട്രീയ അനുഭവത്തിന്റെ അഭാവം തന്നെയാണ്. അത് രണ്ടുമുള്ള ഒരാൾക്ക് വിനയം എന്നതും പ്രായോഗിക ബുദ്ധി എന്നതും തനിയെ വന്നു ചേരുന്നതാണ്. വീഴ്ചകളിൽ ആര്യയെ പിന്തുണയ്ക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. പക്ഷേ ആ പിന്തുണ തനിക്കുള്ള സമ്പൂർണ്ണ പിന്തുണയാണെന്നും അത് താൻ മേയർ സ്ഥാനത്ത് നിന്ന് പോയാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ പാർട്ടി തോറ്റാലും തനിക്കുണ്ടായിരിക്കുമെന്ന പക്വതയില്ലായ്മയിൽ നിന്നുള്ള തെറ്റായ ബോധ്യമാണ് ആര്യയ്ക്ക് വിനയായ മറ്റൊരു ഘടകം. MLA കൂടിയായ ഭർത്താവിന് കൊടുക്കുന്ന പിന്തുണ എന്ത് തെറ്റ് ചെയ്താലും തനിക്കും കിട്ടുമെന്ന തെറ്റിദ്ധാരണ അതിനെ ആക്കം കൂട്ടുകയും ചെയ്തു. ഒടുവിൽ നഗരസഭയിൽ ഭരണം പോയപ്പോൾ എല്ലാ കുറ്റവും ആര്യയുടെ തലയ്ക്കായി. ആ ഭരണമാറ്റത്തിന് ഒരു പ്രധാന കാരണം ആര്യയാണെന്നല്ലാതെ ആര്യ മാത്രമാണ് എന്നത് ഒരിക്കലും ശരിയല്ല. അവിടെ പ്രവർത്തിച്ച നിരവധി ഘടകങ്ങൾ വേറെയും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇത് എഴുതുമ്പോഴും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ധാരാളം പുതുമുഖങ്ങൾ എല്ലാ പാർട്ടികളും ഉണ്ട് എന്ന് മാത്രമല്ല ഭരണസ്ഥാനത്തുമുണ്ട്. അവർക്ക് മുന്നിൽ ആര്യ ഒരു പാഠം തന്നെയായിരിക്കണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന പുതുമുഖങ്ങൾക്കും ആര്യ പാഠമാണ്. പാഠങ്ങൾ പഠിക്കാൻ അവർക്കൊക്കെ കഴിയട്ടെ. വീഴ്ചകളും അനുഭവങ്ങളും പാഠങ്ങളാക്കി അതിൽ നിന്ന് പുതിയ ഊർജ്ജം ഉൾക്കൊണ്ട് സ്വയം നല്ല മാറ്റങ്ങൾക്ക് വിധേയായി കൂടുതൽ മികച്ച പൊതുപ്രവർത്തകയും ഭരണാധികാരിയുമായി മാറാൻ ആര്യയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതോടെ രാഷ്ട്രീയ വനവാസത്തിന് വിധിക്കപ്പെടേണ്ട ആളല്ല ആ കുട്ടി. അത് ആ പാർട്ടി മനസ്സിലാക്കട്ടെ. സ്വയം തിരുത്തപ്പെടാത്ത തെറ്റുകൾ ചിലരെങ്കിലും തിരുത്തിക്കാൻ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കുട്ടിക്കുരുങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കുന്നവർ പൊള്ളുന്ന കൈയിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കരുതല്ലോ എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ആര്യയ്ക്കെതിരെ ആര്യയ്ക്ക് എന്താണ് വിനയായത്, അല്ലെങ്കിൽ ആര്യയുടെ പരാജയത്തിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയും മാത്രമല്ല പാർട്ടി ആ സമയത്ത് ആര്യയ്ക്ക് എന്ത് സംരക്ഷണമാണ്, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന് എന്ത് കവചമായിരുന്നു നൽകേണ്ടിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പരിപാടിയിൽ ആര്യ ഒരു കാഴ്ചക്കാരിയെ പോലെ എത്തി. അത് മുൻ മേയറാണ്, തിരുവനന്തപുരത്തെ മുൻ മേയർ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ മേയർ എന്ന ഒരുപാട് ടാഗ് ലൈനുകൾ ഇരിക്കവെയാണ് ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിലൊരു കാഴ്ചക്കാരിയായി വന്ന് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റും ആര്യയ്ക്ക് എന്ത് വിനയായി എന്ന കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആര്യ രാജേന്ദ്രന് സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് മത്സരിപ്പിക്കാതിരുന്നിട്ട് മറ്റൊരിടത്ത് മത്സരിപ്പിച്ചതിലുള്ള ഒരു അമർഷമൊക്കെ മറ്റ് ട്രോളുകളായിട്ടും വിമർശനങ്ങളുമായിട്ടും ഒക്കെ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.